സ്വർഗീയവിരുന്നൊരുക്കുന്ന കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സത്യം നഗർ കൺവെൻഷൻ, സത്യം നഗർ കോർപ്പറേഷൻ സ്റ്റേഡിയം, പാപ്പനാംകോട്. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. തങ്കു ബ്രദറും തോമസ് ഊട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം, ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമായി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ധാരണ തിരുത്തി നമ്മൾ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനത്തിലെ ഒത്തിരി തെറ്റിദ്ധാരണകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറി ആ ശരിയായ ധാരണയിൽ വരുമ്പോൾ എന്തൊരു ഫ്രീഡമാണ്, എന്തൊരു സ്വാതന്ത്ര്യമാണ്. ഈ വചനം അറിയാത്തവർക്ക് വചനം അറിയില്ല, അതിൻ്റെ പ്രശ്നമുണ്ട്. കർത്താവിനെ അറിയത്തില്ല, അങ്ങ് പോവുക. പക്ഷേ ബൈബിൾ അറിഞ്ഞ പലരും അറിഞ്ഞു കഴിഞ്ഞ് ഇതിനകത്ത് ഓരോ വാക്യം കണ്ട് പേടിച്ച് അതിൻ്റെ യഥാർത്ഥ അർത്ഥം അറിയാതെ ഒന്നുകൂടെ പ്രശ്നത്തിലാകുക. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് ഗ്രഹിച്ച്, ഈ തിരുവചനത്തിൻ്റെ സത്യം ഒന്ന് ഗ്രഹിച്ച് അത് നമ്മളെ സ്വതന്ത്രമാക്കുന്നു. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനമാണോ, അത് യഥാർത്ഥ വചനമാണോ? ഒരു ഉപദേശി പ്രസംഗിച്ചാൽ, ഒരു പ്രവാചകൻ പ്രവചിച്ചാൽ, അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനമാണോ എന്നറിയാൻ അത് കേട്ട് കഴിയുമ്പോൾ, ഹോ എൻ്റെ പൊന്നെ, എനിക്ക് ഫ്രീ ആയി. ഈ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, എൻ്റെ ഇത്രയും ബലഹീനത ഉണ്ടെങ്കിലും എനിക്കൊരു രക്ഷയുണ്ടല്ലോ, എന്നെ കൈ വിടത്തില്ലല്ലോ. ഒരു ഫ്രീഡമായിരിക്കും അതിൻ്റെ ഫലം. അതുകൊണ്ട് നമ്മുടെ വചനത്തിലെ തെറ്റിദ്ധാരണകൾ തിരുത്തി നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. ധാരണ തിരുത്തി അനുഗ്രഹം പ്രാപിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ധാരണ തിരുത്തിക്കൊണ്ടിരുന്ന കാര്യം മറക്കരുത്. നമ്മുടെ ഞാനൊക്കെ കർത്താവിൽ അറിഞ്ഞ 80കളിൽ വന്ന സമയത്തൊക്കെ പലപ്പോഴും സഭകളിൽ കേട്ട പ്രസംഗം വിശ്വാസികളോട്, രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്നാനപ്പെട്ട വിശ്വാസികളോട് തന്നെ പലരും വന്ന് പ്രസംഗിക്കുക, നീയൊക്കെ അങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന് കണ്ടറിയണം, ഇതിൽ എത്ര പേരങ്ങ് ചെല്ലുമെന്ന് അറിയണം. കൂടാതെ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വചനങ്ങൾ. തിരഞ്ഞെടുക്കപ്പെട്ടവർ അനേകര, വിളിക്കപ്പെട്ടവർ ചുരുക്കവ. അപ്പം നമ്മൾ സഭയിലിരിക്കാൻ നമുക്ക് തോന്നുന്നത്, ഓ ആ അച്ചാനും ഈ അച്ചാനും ഒക്കെ പോകത്തുള്ളായിരിക്കും എന്നാണ് നമ്മുടെ വിചാരം. പാസ്റ്ററും ഒക്കെ പോകത്തുള്ളായിരിക്കും. പിന്നെയുണ്ട് ഒരു നിർമ്മല കന്യകയെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ഇതിനകത്ത് തന്നെ ഒരു നിർമ്മല കന്യകയുണ്ട്. എല്ലാവരും നിർമ്മല കന്യക അല്ല. മാത്രമല്ല, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ, പക്ഷേ ബിരുദ പ്രാപിക്കുന്ന ഒരുവനേ ഉള്ളൂ. അതൊക്കെ കേൾക്കുമ്പോൾ തോന്നും ഈ ഒരു സഭയിൽ നിന്ന് മൊത്തത്തിൽ ഒരാളെ പോകുള്ളായിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, സഭ ഒരു സെലക്ഷൻ സെൻ്റർ അല്ല. സെലക്റ്റഡ് ആയവരെ ട്രെയിൻ ചെയ്യുക, അതാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വാസ്തവത്തിൽ നമ്മളാരും ഒരു പെർഫോമൻസും ചെയ്തിട്ടല്ല യേശു നമ്മളെ തിരഞ്ഞെടുത്തത്. ഞാൻ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞതുപോലെ, ഒരപരിഷ്കൃതയായ, ഒരു വിദ്യാഭ്യാസമില്ലാത്ത, ദരിദ്രയായ, ഒരു ചെറ്റക്കുടിലിൽ വസിക്കുന്ന ഒരു പെണ്ണിനെ, ഒരു പെൺകുട്ടിയെ ഒരിക്കലും ഒരു രാജാവ് വിവാഹം കഴിക്കുമോ? അങ്ങനെ സംഭവിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, അതിനേക്കാൾ അപാരമാണ്, അവിശ്വസനീയമാണ്, അതിനോട് പോലും ഉപമിക്കാൻ കഴിയാത്തതാണ് പരിശുദ്ധനായ ദൈവം പാപികളായ എന്നെ നിങ്ങളെ തേടി വന്നത്. അതിനെ ഉപമിക്കാൻ ലോകത്തിലെ ഒരു ബന്ധത്തെ ദൈവം ഉപയോഗിക്കുക. മണവാളനും മണവാട്ടിയും, യേശു ആകുന്ന മണവാളൻ, സഭയാകുന്ന മണവാട്ടി എന്നവിടെ പറയുക. എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ കേട്ടതുപോലെ യേശു വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഒരിക്കലും ഈ അപരിഷ്കൃതയായ പെൺകുട്ടി, ഒരു ചെറ്റക്കുടിൽ കിടക്കുന്ന ഒരു പെൺകുട്ടി ഒരു രാജാവിനെ പ്രേമിക്കാൻ മുതിരുകയില്ല. അവൾ ഒരിക്കലും ചിന്തിക്കത്ത് പോലുമില്ല, ഇത്രയും വലിയൊരാളെ ഞാനങ്ങനെ. പക്ഷേ അവളോട് അവൻ അനുരാഗമായതുപോലെയാണ്
ക്രിസ്തു എന്ന ഏക മണവാളൻ നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തു. ഇനി വിവാഹ നിശ്ചയം കഴിഞ്ഞു, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിലായവർ സെലക്ഷൻ കഴിഞ്ഞു. ഇന്ന് എന്നെ കേൾക്കുന്ന യേശുവിനെ വിശ്വസിച്ച് ഓരോരുത്തരോട് പറയാം, യു ആർ ഓൾറെഡി സെലക്റ്റഡ്. നിന്നെ കർത്താവിന് പിടിച്ചു പോയി, നിന്നെ കർത്താവിന് ബോധിച്ചു പോയി. നിൻ്റെ ഒരു നന്മയും കണ്ടുകൊണ്ടല്ല, കുടുംബശ്രേഷ്ഠത കണ്ടുകൊണ്ടല്ല, സൗന്ദര്യം കണ്ടുകൊണ്ടല്ല, പ്രാർത്ഥനയുടെ നീളം കണ്ടുകൊണ്ടല്ല, ഇത്രയും ഉപവസിക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടുകൊണ്ടല്ല, ഇത്രയും സ്വോത്രകാഴ്ച കെടുക്കാൻ കയ്യിലുണ്ടോ എന്ന് കണ്ടല്ല, ഒന്നുമില്ലെന്നറിഞ്ഞിട്ടും അവൻ്റെ കൂടെ ഇരുത്താൻ ഒരു യോഗ്യതയുമില്ലെന്നറിഞ്ഞിട്ടും അവിടുന്ന് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. അതിനെ ഉപമിക്കുക, വാസ്തവത്തിൽ കാന്തനും കാന്തയെന്നൊക്കെ പ്രേമത്തോട് ഉപമിക്കുക. പ്രേമത്തിന് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, ചില പയ്യന്മാർ അവരുടെ കുടുംബത്തിന് ഒന്നും ചേരാത്ത, സാമൂഹ്യമായി ചില കുടുംബങ്ങളിൽപ്പെട്ടവർ അതിനേക്കാൾ ഇന്ന രീതിയിലുള്ളവരെ വിവാഹം കഴിക്കാമെന്നൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽപ്പുണ്ടല്ലോ. എന്നാൽ അങ്ങനെ ചില പ്രേമബന്ധങ്ങൾ വന്നു കഴിയുമ്പോൾ ഈ പയ്യൻ്റെ അപ്പനും അമ്മയും അത് വിലക്കില്ലല്ലോ, ഒരിക്കലും നമുക്ക് ചേരുന്ന വിവാഹബന്ധമല്ല, ചേർച്ചയില്ല, ഇവിടെ നീ അവളെ കെട്ടാൻ പറ്റത്തില്ല എന്നൊക്കെ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ചില സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, ഈ അപ്പനും അമ്മയും പറയുന്നിടത്തൊന്നും കാര്യം നിൽക്കത്തില്ല. ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഇതുപോലെ പ്രേമത്തിൽ കുടുങ്ങിയ ഒരു പയ്യനെ പറഞ്ഞ് തിരിപ്പിക്കാൻ ഞങ്ങൾ ചിലർ വർഷങ്ങൾക്ക് മുമ്പ് നിൻ്റെ വിദ്യാഭ്യാസം ഒക്കത്തില്ല, നിൻ്റെ നിലവാരത്തിന് ഒക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് തിരിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാം പറഞ്ഞ് പുള്ളി എല്ലാം സമ്മതിച്ച പോലൊക്കെ ആയി. എന്നാൽ അടുത്ത ദിവസം കേട്ടത് അവൻ പോയി അവളെ രജിസ്റ്റർ മാരേജ് ചെയ്തെന്ന്. അത് ഹൃദയത്തിൽ പിടിച്ചൊരു സ്നേഹമാണ്. അത് നമ്മളീ പറയുന്നതൊന്നും അവിടെ അവളുടെ വലിപ്പമോ അവളുടെ കുലശ്രേഷ്ഠതയോ അവളുടെ വിദ്യാഭ്യാസമോ ഒന്നും. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലൊരു ഒരു പറച്ചിലുണ്ട്, പ്രേമത്തിന് കണ്ണില്ലെന്ന്. വാസ്തവത്തിൽ ഈ ജഡിക പ്രേമത്തേക്കാൾ ശ്രേഷ്ഠമായൊരു പ്രേമം നമ്മുടെ കാന്തനായ യേശുവിന് ഒന്നോ രണ്ടോ പേരെക്കുറിച്ചല്ല, എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഉണ്ടായി. ഇന്ന് ലോകത്തുള്ള 700-ലധികം കോടി ജനത്തോടും ഉണ്ടായി. അവൻ പ്രേമിക്കുന്നു, യോഗ്യത നോക്കാതെ. പക്ഷേ ഞാൻ റെസ്പോണ്ട് ചെയ്താലേ എനിക്കിത് കിട്ടത്തുള്ളൂ. പ്രേമിച്ചങ്ങോട്ട് ചെന്നാലും ഈ പെൺകുട്ടി പറയുക എനിക്ക് രാജാവിനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ കർത്താവിന് നമ്മളോട് ഇഷ്ടം തോന്നി. അങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്, ഇങ്ങനെ ചില വിവാഹങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, അവളെ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നാണ് ആ വലിയ പണക്കാരൻ കല്യാണം കഴിച്ചു, അവൾക്ക് അങ്ങോട്ട് ആഭരണം ഇട്ട് അങ്ങോട്ട് പൈസ കൊടുത്ത് കെട്ടിച്ചെന്ന്. അതാ വാസ്തവത്തിൽ സഭയിൽ ചെയ്യുന്നത്. നമുക്കൊന്നുമില്ല, ആ വീട്ടിൽ ചെന്ന് കയറാൻ, സ്വർഗമാകുന്ന വീട്ടിൽ ചെന്ന് കയറാൻ പറ്റിയ ഒരു യോഗ്യതയില്ല. നമ്മൾ ഇപ്പോഴും നമ്മുടെ വായിലെ വാക്കുകളൊക്കെ സ്റ്റാൻഡേർഡ് കുറഞ്ഞതാണ്. ഒന്നോർത്തെ, ആ കൊട്ടാരത്തിൽ അതിശ്രേഷ്ഠമായ വലിയ ആ നിലയിൽ സംസാരിക്കാൻ ആ അപരിഷ്കൃതയായ പെണ്ണിന് സാധിക്കുമോ? വിദ്യാഭ്യാസമില്ലാത്തൊരു പെൺകുട്ടിക്ക് കഴിയുമോ? പക്ഷേ ആ വിവാഹ ദിവസത്തിലേക്ക് അവളെ ഒരുക്കുക, ആ കൊട്ടാരത്തിലെ രീതിയിൽ ആ സ്റ്റാൻഡേർഡിൽ സംസാരിക്കാൻ, അതിനുള്ള വാക്കുകൾ കൊടുക്കുവാൻ, അതിനുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്യുവാൻ, ആ രീതിയിൽ ചിന്തിക്കാൻ, ഇതാണ് വാസ്തവത്തിൽ പുതിയ നിയമസഭയിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നിങ്ങളെ കർത്താവ് ഇഷ്ടപ്പെട്ടു, നിങ്ങളെ കർത്താവ് തൻ്റെ പട്ടമഹിഷിയാക്കി, കാന്തയാക്കി. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ചിന്താഗതിയിൽ ആ ക്രിസ്തുവിനെ പോലെ ഒന്നായേ. അതാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. എന്നെ നിങ്ങളെയും കർത്താവ് ട്രെയിൻ ചെയ്ത് ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ, നമ്മൾ കണ്ട സാഹചര്യമേ നമുക്കറിയത്തുള്ളൂ. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടതാണ്. ഞാൻ നിങ്ങളോടൊരു വലിയ കാര്യം പറയാം, നിങ്ങളായിരിക്കുന്ന സഭയിൽ ചിലരുടെ സ്വഭാവം നിങ്ങൾക്ക് തീരെ പിടിക്കുന്നില്ലായിരിക്കും. അതുകൊണ്ട് അയാൾ രക്ഷിക്കപ്പെട്ടതല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ആത്മീയമായി വളർന്നിട്ടില്ല, അയാൾ സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ആ ആളും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി തന്നെയാണ്. പക്ഷേ അയാൾ ട്രെയിൻഡ് അല്ല. ആ ട്രെയിനിങ് ആ സഭയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സാറിന് കോട്ടയത്തെ ഈ ഒരു ആശയം വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സഭായോഗത്തിനിടയിൽ തമ്മിൽ രണ്ടുപേര് തമ്മിൽ കൈ കൊടുത്തിട്ട് ഇങ്ങനെ പറയും. ഒരു സഹോദരനോടോ അല്ലെ സഹോദരി അടുത്ത് നിൽക്കുന്ന സഹോദരിയോട് പറയും, സഹോദര, ഉള്ള കാര്യം പറയാമല്ലോ, നിങ്ങളുടെ പല സ്വഭാവങ്ങളും എനിക്കിഷ്ടപ്പെടുന്നില്ല. പക്ഷേ എന്തോ ചെയ്യാനാ, യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചു, തിരഞ്ഞെടുത്തു. യേശുവിന് നിങ്ങളെ ഇഷ്ടമാണ്, പിന്നെ എനിക്കെന്നാ പ്രശ്നം എന്ന് പറഞ്ഞൊരു സ്നേഹചുംബനം കൊടുക്കാൻ പറയും.
വാസ്തവത്തിൽ അതല്ലേ സത്യം. നമുക്ക് ചിലപ്പോൾ സഭയെ തന്നെ ചിലപ്പം നമ്മുടെ ശുശ്രൂഷകൻ്റെ ചില സ്വഭാവങ്ങൾ പിടിച്ചില്ലെന്നിരിക്കും. അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടവരെല്ലാം അർത്ഥമില്ല. അവരെ കർത്താവ് തിരഞ്ഞെടുത്ത മുമ്പൊക്കെ പലപ്പോഴും സഭകളിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്ന ആളായി, കുറച്ച് അത്ഭുത അടയാളമൊക്കെ നമ്മുടെ കൈയാൽ നടന്നു, കുറച്ചുകൂടെ ഒന്ന് ഉപവസിച്ചു. പക്ഷേ സഭയെ തന്നെ ചില അത്രയും ഉപവസിക്കുന്നില്ല, ചില അത്രയും പ്രാർത്ഥിക്കുന്നില്ല, ചിലർക്ക് അത്രയും സമയം കിട്ടുന്നില്ല. അവരെ ബാക്കിയുള്ളവർ ഞങ്ങൾ കുറച്ചുകൂടെ ആത്മീയരാണ്, സഭയെ തന്നെ കുറച്ച് പേരൊരു ആത്മീയ കൂട്ടം, ബാക്കിയെല്ലാം അശുദ്ധർ എന്ന മട്ടിൽ നോക്കുന്നത്. നോ, അങ്ങനെയല്ല. നമ്മളെല്ലാം ഒരേ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. യേശുവിനെ കർത്താവ് എന്ന ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റണമെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിക്കേ പറ്റത്തുള്ളൂ. നോക്കൂ, ആ പുഴവക്കത്തിരുന്ന നിരവധി സ്ത്രീകൾ പൗലൂസിൽ നിന്ന് വചനം കേട്ടെങ്കിലും ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നു, അവളത് വിശ്വസിച്ചു. എന്തുവാ വിശ്വസിച്ചേ? പൗലൂസ് പ്രസംഗിച്ചത് എന്തുവാ? യേശു ഉയർത്തെഴുന്നേറ്റെന്ന്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന് ഒരു വ്യക്തി വിശ്വസിച്ച് അംഗീകരിക്കാൻ പറ്റണോ? ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, കർത്താവ് ആ ഹൃദയത്തെ തുറന്നതുകൊണ്ടാണ്. അതുകൊണ്ട് കർത്താവിനെ വിശ്വസിച്ച് ഓരോ വ്യക്തിയും അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ അവരുടെ വളർച്ചയ്ക്ക് വ്യത്യാസമുണ്ട്, അവരുടെ സ്റ്റാൻഡേർഡിന് വ്യത്യാസമുണ്ട്. ആ സ്റ്റാൻഡേർഡിലേക്ക്, കർത്താവിൻ്റെ അതേ സ്റ്റാൻഡേർഡിൽ ഇനി ആളെ വളർത്തുക. വാസ്തവത്തിൽ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു. വീണ്ടെടുപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രിങ്ങിങ് ബാക്ക് ടു ദ ഒറിജിനൽ ഗ്ലോറി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു ഗ്ലോറിയിലായിരുന്നു, മഹത്വത്തിലായിരുന്നു, പ്രകാശത്തിലായിരുന്നു. ആ പ്രകാശം അവന് നഷ്ടപ്പെട്ടു പാപം ചെയ്തപ്പോൾ. ആദാമിന് നഷ്ടപ്പെട്ട ആ ഗ്ലോറിയിലേക്കല്ല, അതിലും വലിയ ഗ്ലോറി, ഒടുവിലത്തെ ആദാമായ ക്രിസ്തുവിൽ വെളിപ്പെട്ട തേജസ്സിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനെ വീണ്ടെടുക്കുക, പോയതിനെ വീണ്ടും തിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അതേ തേജസ്സിലേക്ക് നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു. നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തുവിൻ്റെ വരവിൽ നാം അവനെ താൻ ഇപ്പോൾ ഇരിക്കുന്ന പോലെ തന്നെ നമ്മൾ കാണും. അവനെ പോലെ നമ്മളും തേജസ് പ്രാപിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഗ്ലോറിഫിക്കേഷൻ, വീണ്ടെടുപ്പ്, ബ്രിങ്ങിങ് ബാക്ക് ടു ദ ഒറിജിനൽ ഗ്ലോറി. നമ്മുടെ ശരീരം അതേ മഹത്വത്തിൽ പ്രകാശത്തിലാകാൻ പോകുന്ന യേശുവിൻ്റെ വരവിലേ ഉള്ളൂ. അതുകൊണ്ടാണ് കുറേ നേരം കഴിയുമ്പോൾ നമ്മുടെ ശരീരം ക്ഷീണിക്കും, വിയർക്കും. പക്ഷേ ആ ഗ്ലോറിഫൈഡ് ബോഡിയിൽ വിയർപ്പും ക്ഷീണമൊന്നുമില്ല, അതാകാൻ പോകുന്നേ ഉള്ളൂ. എന്നാൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്താഗതി, നമ്മുടെ ദേഹി എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം, അത് അനുദിനം ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വചനം പറഞ്ഞ നാം തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അങ്ങനെ ആ അപരിഷ്കൃതയായ പെൺകുട്ടിയെ രാജാവ് വിവാഹ നിശ്ചയം ചെയ്തിട്ട് തൻ്റെ കൊട്ടാരത്തിലെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണമുള്ള ഭാഷയും അവരുടെ വാക്കും ഒക്കെ പഠിപ്പിക്കുന്ന പോലെ, എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാൻ മേലാത്തവളെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിച്ചെന്ന് പറഞ്ഞതുപോലെ എന്നെ നിങ്ങളെയും സഭയിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, സ്വർഗത്തിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ്. ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മളെ കൊണ്ടുവരിക. ഇനി പഴയതൊന്നും പറയരുത്. വിശ്വാസികളോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, അടുത്തിരിക്കുന്ന ആൾ കൈ തൊട്ടുന്നിട്ട് പറഞ്ഞ്, പഴയ അഴുക്ക് വർത്താനം, പഴയ നിൻ്റെ പഴയ സ്റ്റാൻഡേർഡ് ഇവിടെ പറയരുത്. പുതിയൊരു രാജ്യത്തിലാണ്, ആ മണവാളൻ്റെ മണവാട്ടി, അതിന് ചേർന്നതേ പറയാവൂ. സോ ഈ ഒരുക്കുമ്പോൾ, സഭയിൽ ഒരുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, പഴയ നിയമത്തിലുമുണ്ട് കൽപ്പനകൾ, പുതിയ നിയമത്തിലുമുണ്ട് കൽപ്പനകൾ. പുതിയ നിയമം ഒന്ന് വായിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അതരുത്, ഇതരുത്, അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പം ചിലർക്കുടെ പഴയ നിയമത്തിലും കൽപ്പനയുണ്ട്, 10 കൽപ്പനയുണ്ട്, 600-ൽ പരം ഉപകൽപ്പനയുണ്ട്. പുതിയ നിയമത്തിൽ അതിലധികം കൽപ്പനകളുണ്ട്. പുതിയ നിയമത്തിലേത് കൽപ്പനകളല്ല. പഴയ നിയമത്തിലെ ആ കൽപ്പനകൾ പ്രമാണിച്ച് ഞാൻ അംഗീകാര യോഗ്യനാകുക. എന്നെ ദൈവം അംഗീകരിക്കാൻ വേണ്ടി ഈ കൽപ്പനകൾ മുഴുവൻ പ്രമാണിക്കുക. എന്നാൽ പുതിയ നിയമം അംഗീകരിക്കപ്പെട്ടവർക്കുള്ള ആ പുതിയ കുടുംബത്തിൻ്റെ ലൈഫ് സ്റ്റാൻഡേർഡാണ്, ഒരു പുതിയ വേ ഓഫ് ലൈഫാണ്. അതാണ് ക്രിസ്തു മാർഗമാണ്, ക്രിസ്തു മതമല്ല. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്, ഇറ്റ്സ് എ ന്യൂ തിങ്കിങ് പാറ്റേൺ. ഇതൊരു പുതിയ നിലവാരമാണ്. നേരത്തെ ഒരു കരണത്തടിച്ചാൽ മറുകരണത്തടി, അല്ലെങ്കിൽ പല്ലിന് പകരം പല്ലെന്നുള്ളതായിരുന്നു പഴയ പ്രമാണം. എന്നാൽ ക്രിസ്തു പറഞ്ഞു, നിൻ്റെ ഒരു ചെകിട അടിക്കുന്നവന് മറുചെകിട് കാണിച്ചു കൊടുക്കുവിൻ, നീ ക്ഷമിക്കുവിൻ. അത് പറഞ്ഞുകൊണ്ട് ചെയ്യാനൊക്കത്തില്ല, നമുക്കും ഒക്കത്തില്ല. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. അടിക്കടിയെന്ന് പറഞ്ഞ് നമ്മളെ ഈ ഒരുക്കുന്ന ആളകത്തുണ്ട്, ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം, ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവത്തിൽ ഇങ്ങോട്ട്. അതാണ് പത്രോസ് പറയാം, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. ആ ഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. പുതിയ സ്റ്റാൻഡേർഡാണ്, പുതിയ നിലയാണ്, ആ ലെവലിൽ. അപ്പോൾ പുതിയ നിയമത്തിലേത് കൽപ്പനകളല്ല, രക്ഷിക്കപ്പെട്ട ജനങ്ങളുടെ ട്രെയിനിങ്ങിനുള്ള അവൻ കാണിച്ചു കൊടുത്തേ ഇത്രയും സ്റ്റാൻഡേർഡില്ല. ഇപ്പോൾ ഒരാൾ കളക്ടറാകുന്നു, അല്ലെങ്കിൽ ഒരാൾ മന്ത്രിയാകുന്നു, അവർക്കൊരു പ്രോട്ടോക്കോളുണ്ട്.
അവരുടെ ഒരു സ്റ്റാൻഡേർഡുണ്ട്. പെരുമാറ്റച്ചട്ടം എന്നൊക്കെ പറയത്തില്ലേ, മന്ത്രിക്ക് വല്ലതും പറയാനൊക്കത്തില്ല, ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. എന്താ ആ മന്ത്രിയുടെ സ്റ്റാൻഡേർഡിലുള്ള പെരുമാറ്റച്ചട്ടം. വാസ്തവത്തിൽ പുതിയ നിയമം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രമാണങ്ങളല്ല, രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടിയുടെ പെരുമാറ്റ രീതിയാണ്. അതാണ് വായിക്കുന്നത്. ഞാൻ 1 പത്രോസിലെ 3-ാം അധ്യായത്തിലും ചില വേദഭാഗങ്ങൾ വായിക്കാം. അവിടെ നമ്മുടെ പെരുമാറ്റ രീതി, നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ സ്റ്റാൻഡേർഡ്, വിശ്വാസിയുടെ സ്റ്റാൻഡേർഡ് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1 പത്രോസ് 3-ാം അധ്യായം 8 മുതൽ കേൾക്കുക. തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രതിയും മനസ്സലിയും വിനയബുദ്ധിയുമുള്ളവരായിരിക്കും. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. അതാണ് നമ്മൾ വളർന്നു വന്നത്. നമ്മളോട് എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ തിരിച്ചു പറയും. വിശ്വാസികൾ തന്നെ എൻ്റെ വീട്ടിൽ നീ പ്രാർത്ഥനയ്ക്ക് വന്നതുകൊണ്ട് നിൻ്റെ വീട്ടിൽ ഞാനും വരികയില്ല. നമ്മൾ ലോകത്തെ പോലായി, ലോകക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചു. എന്നെ പ്രാർത്ഥനയ്ക്ക് നീ വിളിച്ചില്ലല്ലേ, നിന്നെയും വിളിക്കുകയില്ല. ലോകം തന്നെ നമ്മൾ ഒരാത്മീയ രീതി ചെയ്യുന്നതേ ഉള്ളൂ. അത് വേറൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫാണ്. അവിടുന്ന് കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. അങ്ങനെ ചിന്തിക്കുന്ന ആ ചെറ്റക്കുടിലിൽ നിന്ന് ഈ ആത്മമണവാളൻ നമ്മളെ വീണ്ടെടുത്തത് തൻ്റെ ആ സ്റ്റാൻഡേർഡിലാക്കാൻ. അതേതാ സ്റ്റാൻഡേർഡ്? ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. എന്നെ ഇങ്ങോട്ട് ശകാരിക്കുന്നവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹോദര. നീ തകരട്ടെ എന്ന് നമ്മളെ ശപിച്ച വാക്ക് പറഞ്ഞവനെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന ശ്രേഷ്ഠത, എത്ര ഉന്നത നിലവാരമാണ് സഭയ്ക്ക് ദൈവം വെച്ചിരിക്കുന്നത്. ഇതൊന്നും കൽപ്പനയല്ല, ഇതെല്ലാം ആ ശ്രേഷ്ഠ കുടുംബത്തിൻ്റെ പെരുമാറ്റച്ചട്ടമാണ്. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ഒരു ദൈവദാസൻ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പഴയ നിയമത്തിൽ 10 കൽപ്പനയും 600-ൽ പരം ഉപകൽപ്പനയുണ്ട്. അതും പുതിയ നിയമത്തിൽ ഏതാണ്ട് 1000 ചില്ലുവാനും, ഞാൻ എണ്ണമേ ഓർക്കുന്നില്ല. പഴയ നിയമത്തിൽ അത്രയാണെങ്കിൽ പുതിയ നിയമത്തിൽ 3000 6000 ഞാൻ ഓർക്കുന്നില്ല. മൊത്തത്തിൽ ഏതാണ്ട് 5000 6000 ഏതാണ്ട് കൽപ്പനയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുക, ഇത് മുഴുവൻ ഓരോന്നും പാലിക്കാതെ അങ്ങോട്ട് പോകാനൊക്കത്തില്ല. പക്ഷെ അത് കേട്ടപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൽ പറയുന്നത് അങ്ങോട്ട് പോകാനുള്ള കൽപ്പനകളല്ല, അങ്ങോട്ട് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അങ്ങോട്ടുള്ള സ്റ്റാൻഡേർഡിൽ ഒരുക്കുന്ന ജീവിത പ്രമാണങ്ങളത്രേ, പെരുമാറ്റച്ചട്ടമത്രേ. ആ ശ്രേഷ്ഠ കുടുംബത്തിൻ്റെ സ്റ്റാൻഡേർഡ് അവൻ നമുക്ക് വെളിപ്പെടുത്തുക, അവൻ്റെ എക്സ്പെക്റ്റേഷനാണ്. പഴയ നിയമം കൽപ്പനകളാണെങ്കിൽ പുതിയ നിയമം നമ്മളെക്കുറിച്ചുള്ള അവൻ്റെ എക്സ്പെക്റ്റേഷനാണ്. അവിടെ നമുക്ക് എത്താൻ പറ്റും. അവിടെ എത്തിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായത്തിനുണ്ട്, വചനം നമ്മുടെ സഹായത്തിനുണ്ട്. ഒരു കാര്യസ്ഥൻ പിതാവിൻ്റെ സന്നിധിയിൽ തെറ്റ് പറ്റിയാൽ നമുക്ക് വേണ്ടിയുണ്ട്, തെറ്റ് പറ്റാതിരിക്കാൻ വചനവും പരിശുദ്ധാത്മാവും ഇവിടെ ഉണ്ട്. തെറ്റ് പറ്റിയാൽ പിന്നെ ഒന്ന് കൈപിടിച്ച് നടത്താൻ, അവിടെ എല്ലാം ക്ലിയറാക്കാൻ യേശുവുണ്ട്. എത്ര വലിയൊരു ശ്രേഷ്ഠതയാണ്. അതാണ് നമ്മൾ കേട്ടത്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനായി വചനം എഴുതിയിരിക്കുന്നത്. 1 യോഹന്നാൻ 2 പറയുക, ഇനി തെറ്റ് പറ്റിപ്പോയെങ്കിലോ നീതിമാനായ കാര്യസ്ഥനായ യേശു സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഉണ്ട്. അതേ യേശു ഇവിടെ വെച്ച് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, സകല സത്യത്തിലും വഴി നടത്താൻ മറ്റൊരു കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവിനെ, ഹെൽപ്പർ എന്നാണ് അവിടെ പറഞ്ഞത്, കാര്യസ്ഥൻ എന്നുള്ളതിന് നിങ്ങളുടെ കൂടെ വിട്ടിട്ടേ പോകത്തുള്ളൂ. കൂടാതെ മുമ്പേ നമ്മൾ വായിച്ചു കേട്ട എഫേസ്യ ലേഖനത്തിൽ പറയാണ്, വചനമെന്ന വെള്ളം കൊണ്ട് അവൻ കഴുകിക്കൊണ്ടിരിക്കുക. ഇവിടെ വചനം പറയാനുള്ളവരെ വെച്ചിരിക്കുക, ദൈവദാസന്മാരെ, ശുശ്രൂഷകരെ. വചനം നമുക്ക് തരിക. എന്തിനാ? നമ്മൾ തെറ്റിപ്പോകാതെ. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ മുൻപ് കേട്ടതുപോലെ യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞ പോലെ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച്, അവൻ സൂക്ഷിക്കുന്ന നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അവൻ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് സൂക്ഷിക്കാൻ പറ്റുന്നത്, അവനാ സൂക്ഷിക്കുന്നത്. അതാണ് യൂദായുടെ ലേഖനത്തിൽ അവൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം പറയുന്നത്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായ ആനന്ദത്തോടെ അവൻ നിർത്താൻ പോവുക. അതുതന്നെയാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. അവൻ അവളെ, അഥവാ ക്രിസ്തു സഭയെ, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറാചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻ നിർത്തേണ്ടതിനും, എന്ന് പറഞ്ഞാൽ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാകുന്ന സഭയെ താൻ തന്നെ ഒരുക്കി, പരിശുദ്ധാത്മാവിനെ വചനം എല്ലാം കൊടുത്ത് ഒരുക്കി താൻ ഉദ്ദേശിക്കുന്ന മണവാട്ടിയായി ആ സ്റ്റാൻഡേർഡിൽ അവൻ നിർത്തുക എന്നാണ്. എന്നിട്ട് അവിടെ ഭർത്താവിനോടും ഭാര്യയോടും ഈ ഭേദഭാവം പറയുക, ഔവണ്ണം ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം. എഫേസ്യ ലേഖനത്തിൽ പറയുക, എഫേസ്യർ 5:25 മുതൽ വായിക്കുമ്പോൾ ഔവണ്ണം എങ്ങനെ?
ക്രിസ്തു സഭ പെർഫെക്റ്റ് അല്ലെന്ന് ഓർത്ത് അവളെ സ്നേഹിച്ച്, അതുപോലെ ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്നാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, ഇതിൻ്റെ പശ്ചാത്തലം. അല്ല നീ ചൊവ്വേ കറയും ചെളുക്കുകയൊന്നും ഇല്ലാതെ സഭയെ നിന്നാൽ നിന്നെ കർത്താവ് കൊണ്ടുപോകുന്നല്ല. ആ ഒരർത്ഥത്തിൽ ഭർത്താവ് എന്ത് ചെയ്യണം? ഞാനിപ്പോൾ എൻ്റെ ജീവിത പങ്കാളി, അത് തന്നെയാണ് പത്രോസ് പറയുന്നത്, സ്ത്രീജന ബലഹീന പാത്രമെന്ന് ഓർത്ത്, അവർക്കെല്ലാം പറ്റത്തില്ലെന്ന് ഓർത്ത്, ഒരു തെറ്റ് പറ്റിയാലും നീ ഇങ്ങനെ ചെയ്തോടി, ഇനി ഒരു പരിപാടിക്കില്ല, ഈ വിവാഹബന്ധം ഞാൻ ഒഴിയാനോ അല്ല, ഒഴിയരുത്. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ജീവിത പങ്കാളി പെർഫെക്റ്റ് അല്ല. തിരിച്ച് ക്രിസ്തു പെർഫെക്റ്റ് ആയ പോലെ ഇവിടുത്തെ മണവാളനും പെർഫെക്റ്റ് അല്ല, ഇവിടുത്തെ മനുഷ്യനായ ഭർത്താവും പെർഫെക്റ്റ് അല്ല. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ ആരെങ്കിലും വചനം അനുസരിക്കാതെ തെറ്റി നടക്കുന്നുവെങ്കിൽ അവൻ പെർഫെക്റ്റ് അല്ല. നിൻ്റെ സ്നേഹം കൊണ്ട് അവനെ നിനക്ക് നേടാൻ പറ്റും, പെർഫെക്റ്റ് ആവും. അവൻ പെർഫെക്റ്റ് അല്ലാത്തൊരു പുരുഷനും പെർഫെക്റ്റ് അല്ലാത്തൊരു സ്ത്രീയുമാണ് ലോകത്തിലെ ഭാര്യയും ഭർത്താവും. അപ്പം പെർഫെക്ഷനിലേക്ക് നടത്താൻ പോകുന്ന സ്നേഹമാണ്. മോശ ലോ കൊണ്ടുവന്നു, എന്നാൽ യേശു ലവ് കൊണ്ടുവന്നു. മോശ ലോ കൊണ്ട് മനുഷ്യനെ നന്നാക്കി നടത്താൻ നോക്കി, അവൻ നന്നായില്ല, ലോ അവൻ ബ്രേക്ക് ചെയ്തു, നിയമം തെറ്റിച്ചു. എന്നാൽ യേശു സ്നേഹം കൊണ്ട് പരിശുദ്ധാത്മാവിനെ നൽകി അവൻ്റെ ശ്രേഷ്ഠ പ്രമാണത്തിൽ ലവ് കൊണ്ട് അവനെ നന്നാക്കി എടുത്തു. നോക്കൂ എത്ര ശ്രേഷ്ഠമാണ്. അതാണ് ഇവിടെ സഭയിൽ ഒരു ട്രെയിനിങ്ങാണ് നടക്കുന്നത്. എഫേസ് ലേഖനത്തിലെ ഒരു വാക്യം കൂടെ വായിച്ച് ഞാനങ്ങ് അവസാനിപ്പിക്കാം. എഫേസർ 5 ആദ്യ ഭാഗം നോക്കുക. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. അനുകരിക്കാനുള്ളൊരു കാര്യമാണ്. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. എന്നിട്ട് താഴോട്ട് പറയുമ്പോൾ പറയാം, ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ച അല്ലാത്തതൊന്നും വരുത്. എന്താണ് ഈ ചേർച്ച അല്ലാത്തതെന്ന് പറയുന്നത്? നമ്മൾ കയറാൻ പോകുന്ന കുടുംബത്തിന് ചേരാത്ത കാര്യം അത്. അവിടെ അങ്ങനെ പറയത്തില്ല. ക്രിസ്തുവിൻ്റെ ആ സ്റ്റാൻഡേർഡ് അതല്ല. ചുരുക്കി പറഞ്ഞാൽ സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്റ്റാൻഡേർഡിനൊത്തവണ്ണം ഓരോ വിശ്വാസിയെയും ആ സ്റ്റാൻഡേർഡിലേക്ക് വളർത്തുക. അപ്പോൾ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ആദ്യമേ ഏതെങ്കിലും ഭർത്താവ് ഭാര്യയോട്, എനിക്ക് 6000 പ്രമാണങ്ങളുണ്ട്, ഇത് മുഴുവൻ എഴുതി അങ്ങോട്ട് തരിക, ഡെയിലി ഇതെല്ലാം, രാവിലെ ഇത്ര മണിക്ക് കട്ടൻ കാപ്പി, അത് കഴിഞ്ഞത് ഇടത്തോട്ട് നിൽക്കണം വലത്തോട്ട് നിൽക്കണം, ഒന്നും പറയുന്നില്ല. അങ്ങനെ കുറേ പ്രമാണം തന്നിട്ട്, സീനായി കയറി പ്രമാണം തന്നിട്ട് ഇനി ജീവിച്ചോ എന്നാണ് പഴയ നിയമത്തിൽ പറയുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇങ്ങോട്ട് വന്ന പാപികളായി നമ്മെ സ്നേഹിച്ച് മോതിരം ഇട്ടിട്ട് തൻ്റെ സ്റ്റാൻഡേർഡിൽ അവൻ തന്നെ നടത്തുക. കയ്യിലൊരു പുസ്തകം തന്നിട്ട് പ്രമാണിക്കണമെന്ന് പറയാനല്ല കർത്താവ് നിൽക്കുന്നത്. സ്വയം ഏൽപ്പിച്ച് തന്നിട്ട് അവൻ്റെ വഴിയിൽ നമ്മളെ നടത്തുക, പ്രമാണത്തിലൂടെ നമ്മളെ നടത്തുക. അതത്രേ രാജകീയ ന്യായപ്രമാണം, സ്നേഹത്തിൻ്റെ ദിവ്യപ്രമാണം. കുറേ ചട്ടങ്ങളും പ്രമാണങ്ങളും നമ്മുടെ കയ്യിൽ എഴുതി തന്നിരിക്കല്ല, അവൻ്റെ ആഗ്രഹിക്കുന്ന വഴിയിൽ നമ്മളെ നടത്തുക. അങ്ങനെ ഒരു യഥാർത്ഥ വിശ്വാസി ക്രിസ്തുവിൽ വളർന്ന് 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 നമ്മൾ ആ നിലയിൽ സംസാരിക്കും. ലോകക്കാരൻ പറഞ്ഞ പോലെ പറയത്തില്ല, ആരോടും കയ്പ് വെക്കത്തില്ല, ആരോടും പക വെക്കത്തില്ല. ഇങ്ങോട്ട് ഒരു രീതിയിൽ ഇടപെട്ടാലും അവരോട് ഹൃദയം കൊണ്ട് ക്ഷമിക്കുവാൻ സാധിക്കും. ദിവ്യമായ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫാണ് ക്രിസ്തുവിൽ കർത്താവ് നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത്. സോ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിഷം നമ്മൾ ദൈവമക്കളാകുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാണ്. യേശുവിൽ വിശ്വസിച്ച ദൈവവേദന. ഇനി രക്ഷയെ സംശയിക്കരുത്. ഞാൻ സ്വർഗത്തിൽ പോവോ ഇല്ലയോ എന്ന് പേടിക്കരുത്. യു ആർ ഓൾറെഡി സെലക്റ്റഡ്, യേശുവിനെ വിശ്വസിച്ചപ്പോൾ തന്നെ. പക്ഷേ ഇനി കർത്താവിൻ്റെ എക്സ്പെക്റ്റേഷൻ വലുതാണ്. കർത്താവ് പറയുന്ന പോലെ പറയുവാൻ, അവൻ ചിന്തിച്ച പോലെ ചിന്തിക്കാൻ, അവൻ നടന്ന പോലെ നടക്കാൻ. അതാണ് പത്രോസ് പറയുന്നത്, നാം അവൻ്റെ കാലടികളെ പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. പുതിയ നിയമത്തിൽ കാണുന്നതെല്ലാം ക്രിസ്തുവിൻ്റെ എക്സാമ്പിളാണ്. അവൻ ക്ഷമിച്ച പോലെ ക്ഷമിക്കുക, അവനെപ്പോലെ ചെയ്യുക, അവൻ കാണിച്ച പോലെ കാണിക്കുക, അവനെ അനുകരിക്കുക. സോ വി ആർ ഇമിറ്റേറ്റേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നാം ക്രിസ്താനുകാരികളാണ്. അതെ, ആ അപരിഷ്കൃതയായ പെൺകുട്ടി ആ രാജാവിൻ്റെ വീട്ടിൽ കെട്ടിച്ചയച്ചാൽ അവിടെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കി പഠിക്കുന്നത് പോലെ, ഞാൻ ആദ്യമായിട്ട് നൈഫും ഫോർക്കും ഉപയോഗിച്ചപ്പോൾ സൈഡിലിരിക്കുന്ന ഓഫീസേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കി പഠിച്ചതുപോലെ നമുക്കറിയില്ല. ക്രിസ്തുവിനെ നോക്കി പഠിക്കാം. നമുക്ക് മുമ്പേ കർത്താവിലായവരും ക്രിസ്തുവിൽ വളർന്നവർ അവരെങ്ങനെയാണ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പഠിക്കാം. ക്രിസ്തുവിൽ നമ്മളെ നടത്തിയവരെ അവരുടെ രീതികൾ കണ്ട് പഠിക്കാം. നമുക്കൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുകയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവെ, അങ്ങേ വിശ്വസിച്ചപ്പോൾ തന്നെ സ്വർഗത്തിനായി ഞങ്ങളെ അങ്ങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ സ്വർഗത്തിൽ പോവോ ഇല്ലയോ എന്നൊരു ചോദ്യം ഇല്ല. ഞങ്ങളെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് ഏവനും രക്ഷിക്കപ്പെടും. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല. കർത്താവെ, ഞങ്ങൾക്ക് ഇപ്പോഴും തെറ്റുകളും പെശകളും വീഴ്ചകളും ഉണ്ടെങ്കിലും ഞങ്ങളെ വീഴാതെ വണ്ണം
കുറവുകളൊക്കെ പോക്കി നടത്തി അങ്ങ് കൊണ്ട് എത്തിക്കുന്നത് കർത്താവ്. ഞങ്ങളെ ഇനി ഒരിക്കലും കൈവിടത്തില്ല. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ സഹായത്തിനുണ്ട്. സഭ ഞങ്ങളുടെ സഹായത്തിനുണ്ട്. ഞങ്ങൾക്ക് മുമ്പേ വിശ്വസിച്ചവർ ഞങ്ങളുടെ സഹായത്തിനുണ്ട്. യേശു കാര്യസ്ഥനായ പിതാവിൻ്റെ വലത്തുഭാഗത്തുണ്ട്. ഇത്ര വലിയ രക്ഷ, നിത്യരക്ഷ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവെ, ഇന്ന് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, എൻ്റെ ജീവിതം ഇതാ എന്ന് ഓരോരുത്തരും പറയുമ്പോൾ പാപത്തിലാകട്ടെ നീ അവരെ സ്നേഹിക്കുന്നല്ലോ. ഇപ്പോൾ തന്നെ വിടുവിക്കുന്നതിനായി നന്ദി. രോഗബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചി ബന്ധനങ്ങൾ അഴിയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ വിടുതലാകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. വിടുവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു വിരുന്ന് നിങ്ങൾക്കായി ഒരുങ്ങുന്നു. അതിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ആമേൻ. സ്വർഗീയ വിരുന്നൊരുക്കുന്ന കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സത്യം നഗർ കൺവെൻഷൻ, സത്യം നഗർ കോർപ്പറേഷൻ സ്റ്റേഡിയം, പാപ്പനാംകോട്. ശുശ്രൂഷകൾ വൈകിട്ട് 6 മണി മുതൽ. തങ്കു ബ്രദറും തോമസൂട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. സ്വർഗീയ വിരുന്നൊരുക്കുന്ന കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് തൃശ്ശൂരിൽ കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസൂട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. സ്വന്തമാക്കിയോനെ, ഞാൻ നിന്റെ മാത്രമാണേ.